2024 അവസാനത്തെ ബ്രഹ്മാണ്ഡ പടം പുഷ്പ പാർട്ട് 2 ദ റൂൾ. തെറ്റെൻ്റെ ഭാഗത്താണ്. ഫഹദ് ഫാസിൽ എന്ന നടനിൽ നിന്ന് ഞാൻ ഒന്നും പ്രതീക്ഷിക്കാണ്ട് പോകണമായിരുന്നു ഈ ഒരു സിനിമയ്ക്ക്. നമുക്കറിയാം ഈ ഒരു ജനറേഷനിലെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആക്ടേഴ്സാണ് ഫഹദ് ഫാസിൽ. എന്നാൽ അങ്ങേര് പോലും ഈ പടത്തിൽ ഓവർ ആക്ട് ചെയ്ത് ചളവാക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സിനിമയിലെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഫഹദിൻ്റെ പെർഫോമൻസ് ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഈ ഒരു പടത്തിൻ്റെ ഒരു റേഞ്ച് എന്നടാ പണി വെച്ചിരിക്കുക സുകുമാർ സാർ. പുഷ്പ പാർട്ട് 2 എങ്ങനെയുണ്ടെന്ന് അറിയുന്നതിന് മുമ്പ് പാർട്ട് 1 എവിടെയാണ് നിർത്തിയത് നമുക്ക് നോക്കാം. പുഷ്പയും ബൽവർ സിംഗ് ഷിക്കാവത്തും അവരുടെ ഒരു ഫേസ് ഓഫ് അതായിരിക്കും പാർട്ട് 2 എന്ന് പ്രോമിസ് ചെയ്തിട്ടാണ് പാർട്ട് 1 നിർത്തിയിട്ടുള്ളത്. എന്നാൽ ഈ സിനിമയിലേക്ക് വന്നാൽ ഇവരുടെ കോമ്പിനേഷൻ സീനൊക്കെ വെറും കോമഡി ആയിരുന്നു. ഫഹദ് ഫാസിൽ എന്ന ആക്ടർ ആവേശം സിനിമയിലെ രംഗണ്ണൻ ആ ഒരു സെറ്റിൽ നിന്ന് നേരിട്ട് ഈ ഒരു സെറ്റിൽ വന്ന് അഭിനയിച്ച് എങ്ങനെ ഇരിക്കും? രംഗണ്ണനായിട്ട് തന്നെയാണ് ഫഹദ് ഈ ഒരു സിനിമയിൽ ത്രൂ ഔട്ട് അഭിനയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമയിലെ ഏറ്റവും വലിയ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത മൊമെൻറ്റ് തന്നെ ചളവി കിട്ടി. പുഷ്പയുടെയും ബൽവൻ സിംഗിൻ്റെയും ആ ഒരു ഫേസ് ഓഫ് കാണുമ്പോൾ നമ്മൾ ഇവരുടെ ഫേസ് ഓഫൊക്കെ വെറും കോമഡി ആയിട്ട് കണ്ട് ആസ്വദിക്കേണ്ട അവസ്ഥയിലായിരുന്നു. എത്ര വലിയ നല്ല നടനായാൽ പോലും ഒരു ഡയറക്ടർ എങ്ങനെ അയാൾ യൂസ് ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും ആ ഒരു സിനിമയുടെ ഔട്ട്പുട്ടും ഒരു ആക്ടറുടെ പെർഫോമൻസും. ഒരു ആക്ടർ വാട്ടർ പോലെ ആയിരിക്കണം, അത് ഏത് വെസലിൽ ഒഴിക്കുന്നോ അതിൻ്റെ ഒരു ഷേപ്പിലേക്ക് അത് മാറും. അപ്പോൾ ഫഹദ് എന്ന നടനെ വളരെ മോശം രീതിയിലാണ് സുകുമാർ ഈ സിനിമയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. വേറൊരു അൺപോപ്പുലർ ഒപ്പീനിയൻ ഞാൻ പറയാം. പുഷ്പ പാർട്ട് 1 ഷമ്മി എന്ന ക്യാരക്ടറുടെ ഇൻഫ്ലുവൻസ് വളരെയധികം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു സിനിമയിൽ രംഗണ്ണൻ്റെ ഇൻഫ്ലുവൻസ് വളരെയധികം ഉണ്ട്. എത്ര നല്ല ആക്ടറായിട്ടും കാര്യമില്ല, ആ ഒരു ഹാങ് ഓവർ തൊട്ട് മുമ്പത്തെ ക്യാരക്ടറിൽ നിന്ന് വിട്ടുപോകാൻ പറ്റാത്ത ആ ഒരു ഹാങ് ഓവർ മാറ്റിയാൽ മാത്രമേ നല്ലൊരു പെർഫോമൻസ് സാധിക്കൂ. സോ പടത്തിൽ എനിക്ക് തോന്നിയ ആദ്യത്തെ നെഗറ്റീവ് ഫഹദ് ഫാസിലിൻ്റെ പെർഫോമൻസ്. ഇനി ബാക്കി ക്യാരക്ടേഴ്സിലേക്ക് വരാം. രശ്മിക മന്ദാന ഞാനൊരു നാഷണൽ അവാർഡ് അർഹിക്കുന്നുണ്ട് ഈ ഒരു സിനിമയ്ക്ക് എന്നാണ് അവർ നടത്തിയ പ്രസ്താവന. തീർച്ചയായിട്ടും അറിയിക്കുന്നുണ്ട്. അത് ബെസ്റ്റ് ആക്ട്രസിന് വേണ്ടിയിട്ടുള്ളതല്ല, ഏറ്റവും വേസ്റ്റ് സ്ക്രിപ്റ്റ് സെലക്ഷന് വേണ്ടിയിട്ടുള്ള അവാർഡാണ് അവർ അറിയിക്കുന്നത്. എങ്ങനെയാണ് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സും ഇങ്ങനത്തെ റോളും പിന്നെയും ചെയ്യാൻ സാധിക്കുന്നത്? ഒരു പുരുഷനെ കേന്ദ്രീകരിച്ച് പോകുന്ന ഒരു സ്ത്രീ, അവരുടെ ലൈഫിൽ ഈ ഒരു പുരുഷൻ മാത്രമേ ഉള്ളൂ. ഈ പുരുഷൻ ഇങ്ങനെ ഫീഡ് ചെയ്യുക, വർഷിപ്പ് ചെയ്യുക, ഇങ്ങനെ അഡോർ ചെയ്യുക, സാമിയാണ് ദൈവമാണെന്നൊക്കെ പറയുക, എന്നിട്ട് പലതും ചെയ്യുക, പലതും ആഗ്രഹിക്കുക, പലതും ക്രേവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ നമ്മളെ കാണിക്കുന്നത് എന്തിനാണ്? ഫസ്റ്റ് പാർട്ടിലെ ക്യൂട്ട്നെസ്സും ക്രിഞ്ചിനെസ്സും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്രയോ ഭേദമായിരുന്നു. ഈ പാർട്ടിലും വന്നിട്ട് സാമി എനിക്ക് ഫീലിങ്സ് വരുന്ന സാമി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നിട്ടൊരു പാട്ട്, എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കുറേ സോങ്സ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവരെന്തിനു വേണ്ടിയിട്ടാണ് കാസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന്. ഒരു സീനിനോ സീക്വൻസിനോ ഒരു സ്റ്റോറിയുടെ ഒരു ത്രെഡിനോ ഒന്നിനും തന്നെ സപ്പോർട്ട് ചെയ്യാത്ത രീതിയിൽ, ഡിമാൻഡ് ചെയ്യാത്ത രീതിയിലുള്ള പല സീനുകളും ജസ്റ്റ് മെയിൽ ഗേസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം ഇതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. സോ രശ്മിയുടെ പെർഫോമൻസ് നല്ല ബോറായിരുന്നു. ചില മൊമെൻറ്റ് ഒരു സീനിൽ അവരുടെ ഒരു പെർഫോമൻസ് നല്ലതായിട്ട് തോന്നി, അത് ജസ്റ്റ് പറയാൻ തോന്നി. പുഷ്പ 1 ഏറ്റവും വലിയ വിജയം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ക്യാരക്ടറിനോട് തോന്നുന്ന ഒരു ഇമോഷണൽ കണക്റ്റാണ്. അത്ര ഡെപ്തിൽ അത് തോന്നിയില്ലെങ്കിൽ പോലും ഒരു അണ്ടർഡോഗ് സ്റ്റോറി നമുക്ക് എന്നും ഫേവറേറ്റ് ആണ്. ഒരു റോക്കി ബായിനെ പോലെയോ അല്ലെങ്കിൽ നമ്മൾ പണ്ട് ഒരുപാട് കണ്ടിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. വളരെ താഴേക്കടയിൽ നിന്ന് വന്നിട്ട് ഒരു നല്ലൊരു പൊസിഷനിലേക്ക് എത്തുക, വേണ്ടതൊക്കെ നേടിയെടുക്കുക, തൻ്റെ ഇടം കൊണ്ട് നേടിയെടുക്കുക, ആരുടെ മുമ്പിലും ധൈര്യം ചോരാണ്ട് ഇങ്ങനെ നിൽക്കുക, കട്ടയ്ക്ക് നിൽക്കുക. ആ ഒരു ക്യാരക്ടർ, ആ ഒരു ക്വാളിറ്റിയാണ് പുഷ്പ 1 എന്ന സിനിമ ഇത്തരം ഹിറ്റാക്കിയത്. എന്നാൽ ഈ സിനിമയിലേക്ക് വന്നാൽ പുഷ്പ പണക്കാരനായി, ഇൻ്റർനാഷണലായി. പക്ഷെ ഇപ്പോഴും അയാൾ ആ ഒരു പൈസയുടെ ഒരു ഹുങ്ക് കാണിക്കുക എന്നുള്ളത് ഒഴിച്ച് വേറെ ഒന്നും തന്നെ ഈ സിനിമയിൽ അയാൾക്ക് ചെയ്യാനില്ല. പിന്നെ പടത്തിലെ ഏറ്റവും വലിയ വെറുപ്പിക്കൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കേന്ദ്ര കഥാപാത്രമായ പുഷ്പയുടെ തങ്കച്ചി പാസ്സാണ്. ടെക്നിക്കലി തങ്കച്ചിയല്ല, അനന്തരമുള്ള പാസ്സാണ്. അപ്പോൾ അതൊക്കെ ഇടയ്ക്കും കുറച്ചൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അതിനു വേണ്ടി തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു 30 മിനിറ്റിൻ്റെ ലോങ് ഒരു ഫൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ തന്നെ, ആ തങ്കച്ചി തന്നെ വിചാരിച്ചിട്ടുണ്ടാവും എനിക്ക് എന്തിൻ്റെ കേടാണെന്ന്. അത്രയ്ക്ക് ബോറായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു കൾച്ചറിൽ ചിലപ്പോൾ നമ്മുടെ താരങ്ങളെയൊക്കെ ഒരു ദൈവത്തെ പോലെ, ഒരു ഡെമിഗോഡിനെ പോലെയൊക്കെ പിക്ചറൈസ് ചെയ്യണമായിരിക്കും കാണുന്ന പ്രേക്ഷകർക്ക് ഇഷ്ടം. പക്ഷെ നമുക്കതൊട്ടും ദഹിക്കില്ലല്ലോ. എനിക്കും അതൊട്ടും ദഹിച്ചിട്ടില്ല. ശരിക്കും ഒരു ദൈവം പ്രത്യക്ഷപ്പെട്ട് തങ്കച്ചിനെ രക്ഷിക്കുന്നു എന്നുള്ള രീതിയിലാണ് ആ ഒരു 30 മിനിറ്റിൻ്റെ ലോങ് സീക്വൻസ് എനിക്ക് അനുഭവപ്പെട്ടത്. ആ സീക്വൻസ് ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം തന്നെ ഇറങ്ങി വന്നിട്ട് ചോദിച്ചേനെ ഒന്ന് നിർത്തിപ്പൊക്കൂടെയെന്ന്. അത്രയ്ക്ക് അരോചകമായിരുന്നു. പാർട്ട് 1 മുഖം മൂടിയിട്ടൊരു ഫൈറ്റ് ഉണ്ട്. അത് ആ സിനിമയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സീൻസ് ആയിരുന്നു. അതിൻ്റെ ഒരു റെപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ അതൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ സിനിമയിൽ. എന്താ സംഭവം എന്ന് വെച്ചാൽ കൈ കെട്ടിയിട്ടുണ്ട്, കാല് കെട്ടിയിട്ടുണ്ട്. അപ്പം നായകൻ ഫൈറ്റ് ചെയ്യുന്നത് നായകൻ്റെ വാഗൊണ്ടാണ്. നായകൻ നിന്നോടത്തുനിന്ന് വില്ലൻ്റെ മേത്തേക്ക് എടുത്ത് ചാടുന്നു, നായകനെ കടിക്കുന്നു, കൊണ്ട് പറപ്പിക്കുന്നു, നായകൻ 100 മീറ്റർ അപ്പുറേ പോകുന്നു. ഇതുപോലെ എല്ലാ വില്ലന്മാരെയും വെറും കൊണ്ട്, നാക്കുകൊണ്ട് കടിച്ച് ആ നായകനെ എല്ലാവരും അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ കണ്ടിരിക്കണം. ആ ഒരു അവസ്ഥയാണ് നമ്മുടെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സുകുമാരനും പറഞ്ഞാൽ മതിയല്ലോ. പാർട്ട് 1 പിന്നെ കണ്ടിരിക്കാൻ പറ്റുന്ന പല സീൻസും അതിൻ്റെ ഒരു റിപ്പ് ഓഫ് പോലെ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ച് വൻ ബോറാക്കി വെച്ചിട്ടുണ്ട്.
അതുപോലെ വേറൊരു കഥാപാത്രമാണ് മംഗലം ശ്രീനും. ഫസ്റ്റ് പാർട്ടിൽ ഒരു ടെറർ വില്ലൻ, ഒരു ആ സെയിം ക്യാരക്ടർ ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ഒരു കോമഡി പീസ് ആയിട്ടുണ്ട്. ഫഹദിനെ എങ്ങനെ കോമഡി പീസ് ആക്കിയോ അതേപോലെ തന്നെ ആ ഒരു ക്യാരക്ടറിനെ കോമഡി പീസ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ജയിലറിൽ കണ്ട ബ്ലാസ്റ്റ് മോഹൻ അല്ലെങ്കിൽ ടർബോയിൽ കണ്ട ഡേഞ്ചർ ബില്ല്, ആ ഒരു ക്യാരക്ടറിലേക്ക് മംഗലം ശ്രീനുവിനെ കൊണ്ടുവന്നേക്കാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിലുണ്ടായിരുന്ന കഥാപാത്രങ്ങളുടെ ആ ഒരു നേച്ചർ തന്നെ ഇതിലേക്ക് വരുമ്പോൾ മാറുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെയാണ് ആ ഒരു ഇമോഷണൽ കണക്റ്റോട് കൂടി, ഇമോഷണൽ കണക്റ്റ് വിട്, ഒരു പക്ക മാസ് മസാല പടം കാണുന്ന രീതിയിൽ പോലും ഇത് ആസ്വദിക്കാൻ പറ്റണില്ല. എന്ത് കഷ്ടമാണ്. ഇപ്പം നമുക്കറിയാം ഇതൊരു തെലുങ്ക് മാസ് മസാല പടം എന്നുള്ള രീതിയിൽ മാത്രം, ഒരു പോപ്കോൺ ഫ്ലിക്ക് എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി. പക്ഷെ ഇത് അങ്ങനെ പോലും കാണാൻ പറ്റണില്ല. അത്രയും ഫഹദിൻ്റെ ഒരു ഓവർ ആക്ടിങ്ങും രശ്മികയുടെ വെറുപ്പിക്കലും, അല്ലു അർജുൻ ആ ഒരു പുള്ളിക്ക് വയ്യ, അങ്ങോട്ട് പറ്റണില്ല. കുറേ ഇൻ്റർനാഷണൽ സ്റ്റഫാണ് പൈസയാണെന്നൊക്കെ പറയും, മിനിറ്റിന് 100 കോടി 1000 കോടി 2000 ടണ്ണിൻ്റെ ചന്ദനമരം എന്നൊക്കെ, ചന്ദനമഴ എന്നൊക്കെ പറയും. പക്ഷേ നമുക്കൊരു 3.5 മണിക്കൂർ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇനി നമുക്ക് സോങ്സിലേക്ക് വരാം. പാർട്ട് 1 പാട്ടുകളെല്ലാം നല്ല കിടിലനായിരുന്നു, നല്ല ബീറ്റായിരുന്നു, നല്ല സ്കോറായിരുന്നു. പൂവട്ടവാക്കെ അതിലുണ്ടാക്കിയ ഓളമൊക്കെ നമുക്കറിയാം, റീൽസൊക്കെ ഭരിക്കുകയായിരുന്നു ആ ഒരു സിനിമ. പക്ഷേ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം കോമഡിയാണ്. നമ്മൾ ഫസ്റ്റ് ഇതിനെ റിലീസായത് പുഷ്പരാജ് എന്നുള്ള സോങ്ങാണ്. ഏറ്റവും കൂടുതൽ ട്രോള് കിട്ടിയത് അതിനാണ്. പക്ഷേ ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ഏറ്റവും നല്ലതായിട്ട് തോന്നിയത് ആ ഒരു പാട്ടാണ്. ബാക്കിയെല്ലാം നല്ല ബോറാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിലെ ഊവട്ടവ എന്നുള്ള സോങ് സമാന്ത ഷീ ജസ്റ്റ് ഓൺ ദ സീൻ. പക്ഷെ ഇതിലേക്ക് വന്നപ്പോഴേക്കും ശ്രീലീല ഐ ഡോണ്ട് കെയർ വാട്ട് ഷീ ഡസ് വളരെ ബോറായിട്ട് തോന്നി. അറ്റ്ലീസ്റ്റ് ആ ഒരു പാട്ടിൻ്റെ കുറേ ഡിബേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. പക്ഷേ അത് എൻജോയബിൾ ആയിരുന്നു കാണാനും കേൾക്കാനും. പക്ഷേ ഇതിലേക്ക് വന്നപ്പോൾ ഭയങ്കര ബോറായിരുന്നു. അതും ഒരു ഐറ്റം ഡാൻസ് പോലെ കാണിക്കുന്നു, പക്ഷെ അത് ഫാമിലി ഇൻവോൾവ് ആണ്. ഒരു ഫാമിലി ഫ്രണ്ട്ലി ഐറ്റം ഡാൻസ് ആയിട്ടാണ് ആ ഒരു പാട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ വളരെയധികം എന്നെ നിരാശപ്പെടുത്തിയൊരു സിനിമയായിരുന്നു. അതായത് പാർട്ട് 1 ഒരു എക്സ്റ്റൻഷൻ പോലെ കാണിച്ചിട്ട്, പക്ഷേ ഇത് ജസ്റ്റ് മാർക്കറ്റിങ്ങും ഫ്രാഞ്ചൈസി ബിൽഡിങ്ങും മാത്രമാണ്. അല്ലാതെ ആ ഒരു വേൾഡ് ബിൽഡിങ്ങോ സുകുമാർ ഫസ്റ്റ് പാർട്ടിൽ എന്തൊക്കെ ഉദ്ദേശിച്ചോ അതൊന്നും തന്നെ ഈ ഒരു സിനിമയിലേക്ക് വന്നിട്ടില്ല. ഒരു 3 കൊല്ലം എടുത്ത് ഉണ്ടാക്കിയ ഒരു പടം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്പെക്ടേഷൻ വെക്കില്ല. അത് എത്ര മോശം ഡയറക്ടർ ആണെങ്കിലും ആക്ടർ ആണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു എഫേർട്ട് ഇട്ടിട്ടുണ്ടാവുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല. പക്ഷെ അതൊന്നും തന്നെ ഈ ഒരു സിനിമയുടെ റിസൾട്ടിൽ കാണാനില്ല. വളരെയധികം നിരാശപ്പെടുത്തിയ ഒരു സിനിമ തന്നെയാണ്. എന്നിട്ട് ഇതും അടുത്തൊരു പാർട്ടിലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ത്യൻ 2 ഇനി ഇന്ത്യൻ 3 കാണണം. അതേപോലെ ഇതും പാർട്ട് 3ലേക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഏതോ ഒരു പുതിയൊരു വില്ലനും കൂടി വരുന്നുണ്ട്. ഫഹദിനൊക്കെ വെറുതെ കൊണ്ടുവന്ന് 2-3 സീൻ കൊടുത്ത് കോമാളിയാക്കി, ശരിക്കും കോമാളിയാക്കി പറഞ്ഞു വിട്ടിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ പൊടി പോലും ഇല്ല. എനിക്ക് തോന്നുന്നു പടത്തിൻ്റെ ഒരു പകുതി ആയപ്പോഴേക്കും പുള്ളി നിർത്തി പോയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും പുതിയൊരു വില്ലനാക്കി ഇനിയും കൊണ്ടുതന്നെ. ഒരു കംപ്ലീഷൻ ഇല്ല. നിങ്ങൾ ഒരു സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതിൻ്റെ സീക്വൽ അനൗൺസ് ചെയ്യില്ല. വെറുതെ പൊട്ടന്മാരാക്കല്ലേ നമ്മളെ. ഒരുപാട് സീക്വലുകൾ വെറുതെ ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഭേദം ഒരു നല്ല ഒരു സിനിമ അത് പറ്റില്ലെങ്കിൽ ആ ഒരു പണിക്ക് നിൽക്കരുത്. ഞാനെന്തോ വലിയ സൂപ്പർ, ഞാനെന്തോ വലിയ എല്ലാം കഴിഞ്ഞ ഒരാളെന്നുള്ള രീതിയിലല്ല പറയുന്നത്. ആസ് എ പ്രേക്ഷകൻ ഞാനിത് പറയും. സോ എന്നെ ടോട്ടലി നിരാശപ്പെടുത്തിയൊരു സിനിമയായിരുന്നു. ശരിക്കും 3.5 മണിക്കൂർ ഭയങ്കര മോശം എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. ഫഹദിൻ്റെ കാര്യത്തിൽ വെരി ഡിസപ്പോയിൻറ്റഡ്, വളരെ വിഷമം തോന്നുന്നുണ്ട്. അതായത് നമ്മുടെയൊക്കെ ഹിസ മല്ലു, നമ്മുടെ ഒരാൾ അവിടെ പോയിട്ട് നല്ല കിടിലനായിട്ട് ചെയ്തു എന്ന് പറയിപ്പിക്കുന്ന തരത്തിലുള്ള റോൾ ആവേണ്ടതായിരുന്നു. പക്ഷെ പുള്ളി അവിടെ പോയിട്ട് നമ്മുടെ രംഗണ്ണൻ അവിടെ തന്നെ, രംഗണ്ണൻ ഓൾറെഡി ആവേശം ഡബിൽ അവർ കണ്ടതാണ് ഫഹദെ. അപ്പോൾ ഇത് തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് വളരെ മോശമായിട്ട് കാണിച്ചു. നല്ലത് പറയാനായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് രശ്മികയുടെ ഒരു സീൻ നല്ലതായിരുന്നു, അല്ലു അർജുൻ്റെ ഒരു ഇമോഷണൽ സീൻ നല്ലതായിരുന്നു, അതുപോലെ സ്കോറിങ് നല്ലതായിരുന്നു, സൗണ്ട് ഡിസൈൻ അത്യാവശ്യം നല്ലതായിട്ട് തോന്നി. റസുൽ പൂക്കുട്ടി ആൻഡ് ടീം അവർ നല്ലൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി ഒന്നും പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല. സ്റ്റാർട്ടിങ് തന്നെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റഫ് എന്നുള്ള രീതിയിൽ പറഞ്ഞു, ഒരു സീനൊക്കെ കാണിച്ചു. പക്ഷെ ആ സീൻ സിനിമയായിട്ട് ഒരു ബന്ധവുമില്ല. പിന്നെ ഇതുപോലെ ഒരു പ്രൊമോഷണൽ മെറ്റീരിയലായിട്ട് നമ്മുടെ പുഷ്പേനെ കണ്ടിട്ട് ഒരു കടുവ CCTVയിൽ നാണിച്ച് തല താഴ്ത്തുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു പ്രൊമോഷനിൽ. പക്ഷെ അതൊന്നും തന്നെ സിനിമയിലില്ല, അത് പ്രതീക്ഷിച്ചിട്ടുമില്ല. സോ അതായിരുന്നു ഈ സിനിമയെ പറ്റിയുള്ള എൻ്റെ ഒരു അനുഭവം. നിങ്ങൾ ഈ സിനിമ കണ്ട് അനുഭവിച്ചവരാണെങ്കിൽ, അല്ല നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നമുക്കിതുപോലെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. സിനിമ കാണുക, അതിനെപ്പറ്റി സംസാരിക്കുക, അത് തന്നെയാണ് ഇഷ്ടമുള്ളൊരു പണി. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഞാനെല്ലാം കഴിഞ്ഞ ഒരാളായതുകൊണ്ടല്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ പറയുന്ന റിലേറ്റബിൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ തുടർന്നുള്ള വീഡിയോസും കാണാൻ ശ്രമിക്കുക. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.